നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. നമ്മൾ പ്രശസ്തമായ ഒരു സിനിമയിൽ പ്രശസ്തനായ ഒരു നടൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. മയക്കുമരുന്ന് വളരെ മ്ലേച്ഛകരമായ, വളരെ മോശമായ ഒരു ബിസിനസ് തന്നെയാണ്. എന്നാൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതോ കോടികളാണ്, കോടികൾ. റിസ്ക് എടുക്കാൻ തയ്യാറായാൽ അത് കോടികൾ ഈ പറയുന്ന വിൽപ്പനക്കാരുടെ കൈകളിലും ഇടനിലക്കാരുടെ കൈകളിലും ഒക്കെ കോടികൾ വാരി വിതറാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷേ അതുമൂലം കാശുകൾ എത്ര കിട്ടിയാലും അതുമൂലം നശിക്കപ്പെടാൻ പോകുന്നത് ഒരു തലമുറയാണ്. ഒരു പക്ഷെ അതൊരു രാജ്യത്തിന്റെ ഭാവിയാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി പോലും ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു വിഷമരുന്ന് തന്നെയാണ് കഞ്ചാവ് വിൽപ്പന, അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽപ്പന, അല്ലെങ്കിൽ കഞ്ചാവിന്റെ ഉപയോഗം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പക്ഷേ ഒരു പരിധി വരെ പറഞ്ഞാൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക, എങ്കിൽ പോലും മദ്യത്തെക്കാളും അതിഭീകരമായ പരിണിത ഫലങ്ങൾ തരുന്ന ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പദാർത്ഥം തന്നെയാണ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ. അത് ഒട്ടും കുറവാവില്ല എന്ന് തന്നെ വേണമെന്ന് പറയാം. കാരണം മദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കെട്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ മദ്യപിച്ചു കഴിയുമ്പോൾ, അത് ലക്കും ലഗാനും കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ തലേ വെള്ളം കോരി ഒഴിച്ചു കഴിയുമ്പോൾ എന്ന് മാറുമെന്ന് പറയുന്നത് പോലെയല്ല കഞ്ചാവിന്റെ ഉപയോഗം. അത് ലഹരിയാണ്, സിരകളിൽ ലഹരി പടർത്തുന്ന. അത് ചെയ്താൽ പോലും ഏത് ലെവലിലേക്ക് ആൾക്കാർ കാര്യങ്ങൾ എത്തിക്കുമെന്ന് അറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികളെ എങ്ങനെയെങ്കിലും വലയിൽ കുരുക്കാൻ കഴുകന്മാരെ പോലെ പാർത്ത് നടക്കുകയാണ് കഞ്ചാവ് സംഘങ്ങൾ. കാരണം അതിന്റെ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എക്സൈസ് പുറത്തുവിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ചു നാളുകൾക്ക് മുമ്പ് അവർ ആലപ്പുഴ, കൊച്ചി പോലുള്ള ജില്ലകളിൽ നിന്നും കഞ്ചാവിന്റെ കുട്ടികളുടെ വിദ്യാലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് കുറച്ച് ആൾക്കാരെ പിടിക്കുകയുണ്ടായി. അവരുടെ കയ്യിൽ നിന്ന് മിഠായി പോലുള്ളൊരു സാധനം, അതായത് മിഠായി കണ്ടാൽ മിഠായിയാന്ന് തോന്നുകയുള്ളൂ, അങ്ങനത്തെ ഒരു സാധനം അവർക്ക് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് മിക്ക സ്കൂളുകൾക്കും അവരുടെ മുമ്പിൽ ഒരു ബൈലോ വെച്ചിട്ടുണ്ട്. 10 മീറ്റർ ചുറ്റളവിൽ ഒരു തരത്തിലുള്ള വിൽപ്പനകളും സിഗരറ്റ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും പാടില്ല. എന്നാൽ പോലും തൊട്ടടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ സ്കൂളുകളുടെയും തൊട്ടടുത്ത് തന്നെ, 10 മീറ്റർ ഒന്നും പോകണ്ട, തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളും അതിന് തൊട്ടടുത്ത് ഒരു പെട്ടിക്കടയോ അല്ലെങ്കിൽ ഒരു ചെറിയ സർബത്ത് കടയോ ഒരു മുറുക്കാൻ കടയോ ഒരു സർബത്ത് കട കാണും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ആ സർബത്ത് കടകളിൽ, എല്ലാ കടയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സർബത്ത് കടകളിൽ മിക്കപ്പോഴും ഇതുപോലുള്ള ചമ്പു, അതുപോലെ തമ്പാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറമെ കാണിക്കാതെ തന്നെ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ അല്ലെങ്കിൽ ഈ നിയമപാലകർ കാണാത്തെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതവർക്ക് അറിയാഞ്ഞിട്ടാണോ, അതിൽ അവർക്ക് കൈമടക്ക് കിട്ടിയിട്ടാണോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ എക്സൈസ് കൊണ്ടുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മിഠായികളുടെ ഒരു കാലമാണ്. അതായത് സ്കൂൾ കുട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടി ബാക്കി എല്ലാത്തിനും സ്കൂൾ അധികൃതർ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ വളരെ നിഷ്കർഷിച്ച മിക്ക സ്കൂളുകളിലും, ഗവൺമെന്റ് സ്കൂൾ ആയാലും പ്രൈവറ്റ് സ്കൂൾ ആയാലും CBSE ആയാലും വളരെ ചിട്ടയായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ചിട്ടയായ തരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് അവർ പോകുമ്പോൾ അവരുടെ കൈകൾ ഇത് പെടുന്നുണ്ടോ മിക്കപ്പോഴും മിക്ക സ്കൂളുകളും ഇന്ന് സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ നിർബന്ധിത നിയമങ്ങൾ അവർ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മേലെ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വലവീശി പിടിക്കാൻ നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്. കഞ്ചാവ് മിഠായികൾ, അതാണ് ഇപ്പോഴത്തെ കാലം. ഇപ്പം തിളങ്ങി നിൽക്കുന്ന വീരൻ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മിഠായിയാണ്. അത് ഈ വിദ്യാലയത്തിന് ചുറ്റളവിലുള്ള കടകളിൽ നിന്ന്, ആൾക്കാരിൽ നിന്ന് പിടിച്ചു. അതവര് പരിശോധനയ്ക്ക്, ലാബ് റിപ്പോർട്ടിൽ പരിശോധനയ്ക്ക് അയച്ചു. ലാബ് റിപ്പോർട്ട് വന്നപ്പോഴാണ് എക്സൈസുകാർ നെട്ടിച്ചരിച്ചു പോയത്. ഇതിനകത്ത് നല്ല രീതിയിൽ കഞ്ചാവ് ചേർത്ത മിഠായികൾ, കഞ്ചാവ് മിഠായികൾ. എന്താ അല്ലേ? പണ്ടൊക്കെ നമ്മളിപ്പോ സിനിമയിലും ഈ ഇടയ്ക്കൊക്കെ നമ്മള് കഞ്ചാവ് ചെടികൾ ഗാർഡന്റെ ഒപ്പം പൂന്തോട്ടത്തിൽ വളർത്തി എന്നൊക്കെ പറഞ്ഞ വളരെ വിചിത്രമായ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കഞ്ചാവ് മിഠായികൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ചിരിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞുമക്കളും നമ്മുടെ കസിൻസും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അറിയാവുന്നവരുടെ സുഹൃത്തുക്കളുടെ മക്കൾ, എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ഏത് ജില്ലയിലും ആയിക്കോട്ടെ, ഏത് വിദ്യാലയ ഗവൺമെന്റോ ഇതര ഗവൺമെന്റോ ആയിക്കോട്ടെ, പക്ഷേ അവിടെയെല്ലാം ഈ മിഠായികൾ വിതരണത്തിന് അല്ലെങ്കിൽ ഓരോ കടകളിലും വെച്ചിരിക്കുകയാണ്. ഇത് ഒരു പക്ഷേ കടക്കാരനും ആ ഇടനിലക്കാരനും തമ്മിൽ ഇത് അറിയാമായിരിക്കാം. പക്ഷെ ഇത് വാങ്ങിക്കുന്ന കുട്ടിക്ക് അറിഞ്ഞു, ഒരിക്കലും അവൻ അത് നുണയുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് മിഠായി കഴിക്കുന്നു. അതിനുശേഷം നമ്മളത് പിന്നീട് ആ മിഠായി അന്വേഷിച്ച് ചെല്ലുന്നു. അതിനൊരു അസ്വാഭാവികതയില്ല. പക്ഷെ ഇവിടെ അസ്വാഭാവികത വരാൻ പോകുന്നത് ആ കുഞ്ഞിന്റെ കൈപിടിവിട്ട് കാര്യങ്ങൾ പോകുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് സ്കൂളിൽ നടക്കുന്ന
അക്രമങ്ങൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമണങ്ങളാണ്. കാരണം കുഞ്ഞുങ്ങളിലേക്ക് മിക്ക കുട്ടികളും നമ്മുടെ നാട്ടിലല്ല, ഉത്തരേന്ത്യയിലാണ് ആ വാർത്ത കേൾക്കുന്നത്. കാരണം ഉത്തരേന്ത്യൻ ലോബികളാണ് മയക്കുമരുന്നും കഞ്ചാവിന്റെയും കുത്തകയാക്കി കേരളത്തിലേക്ക് കൊടുക്കുന്നത്. കാരണം ഇവിടെ അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവരുടെ പ്രവൃത്തി പരിചയത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, രണ്ട് സഹപാഠികൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് നടന്നൊരു കഥയല്ല, ഒരു സംഭവമാണ്. കൂടെ പഠിക്കുന്ന കുട്ടിയെ രണ്ട് കുട്ടികൾ ചേർന്ന് ബലാത്സംഗം ചെയ്ത് അവളെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ള, അവരുടെ സഹപാഠിയാണ്, അവളുടെ ക്ലാസ്മേറ്റ് ആണ്. അവര് പോൺ സൈറ്റുകൾ കാണുമായിരുന്നു. അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഈ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു പരിധി വരെയുള്ള കാരണം മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ കഞ്ചാവിന്റെ അല്ലെങ്കിൽ മദ്യത്തിന്റെ അമിത ഉപയോഗമാണ്. എനിക്കൊന്ന് മദ്യാസക്തിയേക്കാൾ കൂടുതൽ ആസക്തി ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന് തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, അത് അവര് വേറെ ഏതോ ലോകത്ത് ചെയ്യാത്തത് ചെയ്യിപ്പിക്കാനും, ചെയ്യാത്ത സുഖങ്ങൾ കൊടുക്കാനും, അല്ലെങ്കിൽ ആ സുഖങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കാനും, പ്രായമെത്താത്ത കുട്ടികൾക്ക് ഒരു ഉന്മേഷമല്ല യഥാർത്ഥത്തിൽ, പക്ഷെ അവിടെ അത് തോന്നിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ ലൈംഗിക അതിക്രമത്തിന്റെയും പുറകു പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന കുറ്റവാളികളെല്ലാം തന്നെ ഗഞ്ചാവോ, തമ്പാക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്നവരോ, സിറിഞ്ച് ഉപയോഗിക്കുന്നവരോ, MDMA ഉപയോഗിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. നോർമലായിട്ടുള്ള ഒരു വ്യക്തികൾ കാണിക്കാത്ത സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അബ്നോർമലായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവൻ നോർമൽ അല്ലെങ്കിൽ അതൊരു സൈക്കോ തലം മാത്രമല്ല, അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ അവനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ രതിവൈകൃതങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ആസക്തി കൂടുതലാണ്. ആ ആസക്തിയുടെ ഫലമായി ഒരു പോൺ സൈറ്റിലെ അഡിക്റ്റ് ആകുന്നു. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ബാൻഡ് ആണെങ്കിൽ പോലും ബാഗ് പരിശോധിച്ചാൽ മൊബൈൽ ഉണ്ടാവും. പ്രത്യേകിച്ചും ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു കുട്ടിയെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെയോ അവളുടെയോ കയ്യിൽ മൊബൈൽ ഉണ്ട്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് വായിച്ചതാണ്, ഹൈസ്കൂൾ കുട്ടികൾ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ കാരിയേഴ്സ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു പല സ്കൂളുകളിലും. ഒരു സ്കൂളിന്റെ ക്ലിപ്പ്, അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആണോ അതോ കണ്ണൂർ ജില്ലയിലെ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഒരു സ്കൂളിന്റെ കുട്ടികൾ ആ വിദ്യാലയം വിട്ടു കഴിയുമ്പോൾ അതിന് തൊട്ടു മുമ്പിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു പോലീസ് വകുപ്പ് വിട്ട ഒരു CCTV വീഡിയോ ആണ്. അവർ യൂണിഫോമിലാണ്. ആ കുട്ടി റോഡ് ക്രോസ് ചെയ്ത് വന്ന് അവരുടെ സ്കൂളിന്റെ വാതിക്കൽ നിൽക്കുന്ന ഒരു പയ്യന്റെ കയ്യിൽ എന്തോ കൊടുക്കുന്നു. അവനൊരു പൊതുക്കെട്ട് അവളുടെ കൊടുത്ത് അവൾ ബാഗിൽ വെക്കുന്നു. മാതാപിതാക്കൾ ഇത് അറിയുന്നുണ്ടോ? അവൾ ഉപയോഗിക്കും. ചിലപ്പോൾ ആ ഉപയോഗം കഴിഞ്ഞിട്ടായിരിക്കാം അവൾ വീട്ടിലേക്ക് ചെല്ലുക. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പരിണിത ഫലം എന്ന് പറയുന്നത് അതിഭീകരമാണ്. കൂട്ടത്തിലുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക, പ്രത്യേകിച്ചും തന്റെ സഹപാഠിയെ തന്നെ കൂട്ടബലാത്സംഗങ്ങൾക്ക് ഇരയാക്കുക, അല്ലെങ്കിൽ അവളെ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കുന്നു കൂടാതെ അവളെ കൊന്നു കളയുക. ഇത് നമ്മൾ നടക്കുന്നത് അമേരിക്കയിലോ അല്ലെങ്കിൽ പാരീസിലോ അല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. അതും നോർത്ത് ഇന്ത്യയിൽ ഇതെല്ലാം നടക്കുന്നത് താമസിയാതെ നമ്മുടെ കേരളത്തിലുമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. അത് ഞാൻ സ്കൂളിന്റെ പേര് പറയുന്നില്ല. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ഒരു ഗവൺമെന്റ് സ്കൂളിൽ 3 വിദ്യാർത്ഥികളുമായിട്ട് ഇങ്ങനെ ഒരു ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ട ഒരു പെൺകുട്ടി, ആ 3 പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് സത്യം. കാരണം അവരെ കൊണ്ടുപോയി പീഡിപ്പിച്ച് ആ പീഡനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞ് പീഡനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതും ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളായിരുന്നു. ആ സഹപാഠികൾ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളാണ് അത് ചെയ്തത്. അതിന്റെ പിന്നിൽ അന്വേഷിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽ ഒരുവനെങ്കിലും മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനായിരിക്കും. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അധികൃതരും അധികൃതരും അതോടൊപ്പം രക്ഷിതാക്കളും നിയമപാലകരും എക്സൈസും എല്ലാവരും അതീവ ജാഗരൂകരായിരുന്നേ മതിയാവൂ. കാരണം ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഏതുവിധനെയും ഇതിപ്പോ കഞ്ചാവ് മിഠായി, ഇനി MDMA വരുന്ന ക്യാപ്സുലുകൾ, ബബിൾഗങ്ങൾ, ചിലപ്പോൾ സ്കൂളിന്റെ നെയിം സ്ലിപ്പിൽ വരെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ വിതരണം ചെയ്യാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അതീവ ജാഗരൂകരായിരുന്നാൽ മാത്രമേ നല്ലൊരു തലമുറയെ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി, അവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആർത്തലച്ച് കരയുന്ന മാതാപിതാക്കളുടെ ഒരു സമൂഹമായി ഇനി നമ്മുടെ സമൂഹം മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അതിനൊപ്പം മാതാപിതാക്കൾക്കും സ്കൂൾ അധികൃതരും അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസുകാരും എക്സൈസുകാരും കൈകോർത്തു പിടിച്ച് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ മുന്നോട്ട് വരട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. നന്ദി.